IPL മിനി താരലേലം ഇന്നാണ് നടക്കുക. ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:30 മണി മുതൽ അബുദാബിയിലാണ് താരലേലം. അനിൽ വാസുദേവിന്റെ റിപ്പോർട്ട്. അബുദാബിയിൽ പടയൊരുക്കത്തിന്റെ ദിനമാണെന്ന്. അടുത്ത മാർച്ചിലെ മഹായുദ്ധത്തിന് മുന്നോടിയായി 10 സംഘങ്ങൾ അവർക്ക് ആവശ്യമായ പടക്കോപ്പുകൾ വാശിയോടെ വിളിച്ചെടുക്കും. കളത്തിൽ 2 ടീമുകൾ തമ്മിലാണ് പോരെങ്കിൽ ഇവിടെയാണ് യഥാർത്ഥ യുദ്ധം. 10 സംഘങ്ങളും നേർക്കുനേർ പോരടിക്കും. IPL 19ാം സീസണിന് മുന്നോടിയായുള്ള മിനി താരലേലത്തിനാണ് അബുദാബിയിൽ കളമൊരുങ്ങുന്നത്. ആകെ രജിസ്റ്റർ ചെയ്ത 1355 താരങ്ങളിൽ നിന്ന് ടീമുകളുടെ ആവശ്യം കൂടി പരിഗണിച്ച 350 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് IPL ഗവേണിംഗ് ബോഡി. 240 ഇന്ത്യൻ താരങ്ങളും 110 വിദേശികളും. ഇതിൽ 10 ടീമുകളിലുമായി ഒഴിവുള്ളത് 77 സ്പോട്ടുകൾ മാത്രം. 46 ഇന്ത്യക്കാർക്കും 31 വിദേശ താരങ്ങൾക്കും അവസരം കിട്ടും. ഏറ്റവും ഉയർന്ന അടിസ്ഥാന വിലയായ 2 കോടിക്ക് കീഴിൽ വരുന്നത് 40 താരങ്ങളാണ്. ഇതിൽ രവി ബിഷ്ണോയും വെങ്കടേഷ് അയ്യരും മാത്രമാണ് ഇന്ത്യൻ സാന്നിധ്യങ്ങൾ. ഇനി ടീമുകളുടെ കൈവശമുള്ള പണവും അവർക്ക് എത്ര താരങ്ങളും വേണമെന്ന് നോക്കാം. ടീമിൽ വമ്പൻ അഴിച്ചുപണി നടത്തിയ മുൻ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പേഴ്സിലാണ് കൂടുതൽ പണമുള്ളത്. അവർക്ക് തന്നെയാണ് കൂടുതൽ പേര് വേണ്ടതും. 64.3 കോടി കൈവശമുള്ള KKRന് വേണ്ടത് 6 വിദേശ താരങ്ങൾ ഉൾപ്പെടെ 13 പേര്. തല ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് പണക്കിലുക്കത്തിൽ 2ാം സ്ഥാനം. 43.4 കോടി കൈവശമുള്ള CSKക്ക് വേണ്ടത് 4 വിദേശ താരങ്ങൾ ഉൾപ്പെടെ 9 പേര്. 25.5 കോടിയുമായി വരുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണം 2 വിദേശികൾ ഉൾപ്പെടെ 10 കളിക്കാരെ. ഋഷഭ് പന്തിന്റെ ലക്നൗ സൂപ്പർ ജയൻസിന് 4 വിദേശികൾ ഉൾപ്പെടെ 6 പേര് വേണം. കൈവശമുള്ളതാകട്ടെ 22.95 കോടിയും. 21.8 കോടി കൈവശമുള്ള ഡൽഹി ക്യാപിറ്റൽസിന് 5 വിദേശ താരങ്ങൾ ഉൾപ്പെടെ 8 പേര് വേണം. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 2 ഓവർസീസ് താരങ്ങൾ ഉൾപ്പെടെ 8 പേരെ വാങ്ങാൻ പേഴ്സിലുള്ളത് 16.4 കോടി രൂപയാണ്. സഞ്ജു സാംസനെ കൈവിട്ട രാജസ്ഥാൻ റോയൽസിന് 1 വിദേശ താരം ഉൾപ്പെടെ 9 പേരെ വാങ്ങണം. കൈവശമുള്ളതാകട്ടെ 16.05 കോടിയും. ശുഭ്മാൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസ് 4 വിദേശികൾ ഉൾപ്പെടെ 5 താരങ്ങളെ വാങ്ങാൻ 12.9 കോടിയുമായാണ് ലേലത്തിനെത്തുക. ഏറ്റവും കുറവ് താരങ്ങളെ വേണ്ടത് കഴിഞ്ഞ തവണത്തെ റണ്ണേഴ്സപ്പായ പഞ്ചാബ് കിങ്സിനാണ്. ഗ്ലെൻ മാക്സ്വെൽ ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കിയ പഞ്ചാബിന് 2 വിദേശികൾ ഉൾപ്പെടെ 4 പേരെ വാങ്ങാൻ 11.5 കോടി കൈവശമുണ്ട്. ഇനി അവസാനമായി രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയും സൂര്യകുമാർ യാദവും ഒക്കെ അടങ്ങുന്ന ടീമിനെ ഏതാണ്ട് അതുപോലെ നിലനിർത്തിയ മുംബൈ ഇന്ത്യൻസിന് 1 വിദേശ താരമടക്കം 5 പേരെ വാങ്ങാൻ വെറും 2.75 കോടി മാത്രമാണ് കൈവശമുള്ളത്. ആ ചെറിയ തുകയുമായാണ് അവർ ലേലത്തിനെത്തുന്നത്. എല്ലാവരും പറയും പോലെ ആരും ശ്രദ്ധിക്കാത്ത ഒരു താരത്തെ ബേസ് പ്രൈസിന് അടിച്ചെടുത്ത് പിന്നീട് സൂപ്പർ താരമാക്കി മാറ്റുന്ന പതിവ് മുംബൈക്കുണ്ട്. ജസ്പ്രീത് ബുംറയും പണ്ഡ്യ ബ്രദേഴ്സും ഏറ്റവും ഒടുവിൽ നമ്മുടെ വിഘ്നേഷ് പുത്തൂരും പോലെ അങ്ങനെ മുംബൈ കണ്ടുവച്ചിരിക്കുന്ന താരം ആരായിരിക്കും എന്നതിലാണ് ആകാംക്ഷ. കേരളത്തിൽ നിന്നുള്ള 11 പേരുൾപ്പെടെ 13 മലയാളികളും ലേലത്തിനുണ്ട്. വിഘ്നേഷ് പുത്തൂരിന് വേണ്ടി വാശിയേറിയ ലേലം നടക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിക്കാം. ഇന്ത്യൻ അണ്ടർ 19 താരം ഹൈദരാബാദുകാരൻ മലയാളി ആരോൺ ജോർജും ഞെട്ടിച്ചേക്കാം. ഓസീസ് ഓൾറൗണ്ടർ കാമറൂൺ ഗ്രീൻ ഈ ലേലത്തിലെ വിലയേറിയ താരമാകുമെന്നാണ് പ്രവചനങ്ങൾ. അതോ ഞെട്ടിക്കുന്ന മറ്റൊരു ബൈ ഉണ്ടാകുമോ? കാത്തിരിക്കാം. താങ്ക് യു അനിൽ വാസുദേവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.